വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, അതായത് ഒരു KSRTC ബസ്സിൽ മൂന്നാളിരിക്കുന്ന സീറ്റിൽ ഒരു ടീനേജറുണ്ട്. ഏകദേശം ഒരു 18-20 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരിക്കും. അതിന് തൊട്ടടുത്ത് മധ്യവയസ്കനായ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം ആ കുട്ടീനെ മോശമായ രീതിയിൽ ടച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എന്താ പറയുക, ആരായാലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടമായിരിക്കും നമുക്ക് മനസ്സിൽ വരുന്നത്. കാരണം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സ്ത്രീയും കൂടി ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്ത്രീ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വീഡിയോ എടുത്ത ആൾ ചെയ്തത് ഒരു തരത്തിൽ നോക്കാന്നുണ്ടെങ്കിൽ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളപ്പോൾ ഒരു കംപ്ലയിൻറ്റ്, നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി അതിൻ്റെ പിന്നെ എന്താ പറയുക, ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ലീഗലി നടന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ പുറം ലോകം അയാളെപ്പറ്റി അറിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആകെ 2-3 കുറച്ച് ആൾക്കാർ അറിയായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഞാനത് ഇൻസ്റ്റയിൽ ഇട്ടിട്ട്, ഇൻസ്റ്റയിൽ നിന്നാണ് കേട്ടോ ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ ഇട്ടതിനോട് കുറച്ചും കൂടി വൈഡായിട്ട് ആൾക്കാർക്ക് അത് അറിയാൻ പറ്റി. പക്ഷേ ഈ ഒരു പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത ആളുടെ ഒരു വോയിസ് റെക്കോർഡ് കേൾക്കണ്ടായിട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഷോക്കായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ കുട്ടീനെ ബാറ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ എടുത്ത ആ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വോയിസിൽ പിന്നെ ആൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, പിന്നെ ഈ ഒരു കുട്ടി ബസ് സ്റ്റോപ്പിലെത്തി എഴുന്നേറ്റ് പോകുന്നവരെ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ആ ഒരു സഹോദരൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ എടുത്ത് അതൊരു നല്ല കാര്യം തന്നെ. കാരണം എന്താ വെച്ചാൽ 3-4 ആൾക്കാരിടയിൽ ഒതുങ്ങി പോകേണ്ട ഒരു സംഭവം കുറച്ചും കൂടി വൈഡായിട്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി അറിയാനായിട്ട് പറ്റി. പക്ഷേ അതിലൂടെ അയാൾ ചെയ്തൊരു തെറ്റായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് ആ വീഡിയോ കുറച്ച് ടൈം എടുത്തിട്ട് അതിനുശേഷം ഒന്ന് പ്രതികരിക്കാമായിരുന്നു ആ ആളോട്. കാരണം അയാൾ ഇത്രയും ഒരു പബ്ലിക്കായ ബസ്സിൽ നിന്ന് ഇരുന്നു കൊണ്ടാണ് ഈ ഒരു കുട്ടീനെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്താണ് അയാൾ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയ്ക്കും അയാൾക്ക് ആ ഒരു പബ്ലിക്കിൽ ഇരുന്നിട്ട് ചെയ്യാനുള്ള ധൈര്യം, കാരണം എന്താ വെച്ചാൽ ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ അത്രയും ധൈര്യത്തിൽ അത് ചെയ്യാൻ കാരണം. അപ്പോൾ ആ വീഡിയോ എടുത്ത സഹോദരൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് എങ്ങാനും ആ ഒരു ഷോട്ട് എടുത്തതിന് ശേഷം ഇയാൾക്കിട്ട് നല്ലോണം കൊടുക്കായിരുന്നു വേണ്ടത് കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ ആ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടമാണ് ഉണ്ടായത്. കാരണം അതുവരെ ആ കുട്ടി ഇരിക്കുന്ന സീനും കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര ഡിസ്കംഫർട്ടായിട്ടാണ് അത് ഇരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൽ. പിന്നെ അത് എന്തല്ലോ പിന്നെ എന്താന്ന് പറഞ്ഞാൽ കയ്യിലുള്ള എന്തോന്നുകൊണ്ട് അങ്ങനെ അയാളെ കൈയൊക്കെ അങ്ങനെ തട്ടുന്നുണ്ട്. അപ്പം 2 കൊടുത്തിട്ടാണ് ആ ഒരു വീഡിയോ പിന്നെ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒരു ഇതായിരിക്കും. കാരണം നമ്മളെപ്പോഴും കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രതികരിക്കാനൊരു മടിയായിരിക്കും ചില ആളുകൾക്ക്. അപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെയാണ്. എനിക്ക് 2 വർഷം മുന്നേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ പോയപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുമ്പോൾ ഞാൻ പിന്നെ ഒരു ടീനേജറെ ഉമ്മയും കൂടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് ഒരു വേർഡ് സംസാരിച്ചു. അപ്പോൾ ഞാൻ പക്ഷെ പെട്ടെന്ന് ഷോക്കായി പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരാൾ എന്നോട് വന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ നേരെ ഫേസ് ടു ഫേസ് നിന്നിട്ട് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾക്ക് എന്നെ കണ്ടിട്ട് എങ്ങനെ സംസാരിക്കാൻ തോന്നിയെന്നാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ പോയിട്ടുള്ളൊരു കാര്യം. പിന്നെ മൊത്തത്തിലൊരു ബ്ലാങ്ക് ആയിപ്പോയി. നമുക്കറിയാമല്ലോ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. എവിടെന്നോ വന്ന് എല്ലാ ജില്ലയിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ളൊരു എപ്പോഴും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ആ ഒരു അത്രയും റഷായ സ്ഥലത്ത് നിന്ന് ഒരു ലേഡീനോട് ഇത്രയും പറയാൻ ധൈര്യം കാണിച്ച ആൾ നമ്മൾ ശരിക്കും വെറുതെ വിടരുത്. ശരിക്കും ഞാൻ എന്തായാലും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പക്ഷെ ഞാൻ ചിന്തിച്ചത് അയാൾ അടിച്ചാൽ എൻ്റെ കൈ കൂടി മോശമായി പോകും എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ ഈ പുതിയ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഫസ്റ്റ് പിന്നെ പോലീസിൻ്റെ ഒരു 8 പോസ്റ്റ് ഉണ്ട്, ട്രാഫിക് ഒക്കെ ഇരിക്കുന്നത്. അവിടെ പോയിട്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. ആ സെക്കൻഡ് തന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ മുന്നിൽ തന്നെ കുറേ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവരോട് പറഞ്ഞാൽ തീരുന്നു, കാരണം അയാളെ പനിക്കിട്ടുള്ളൂ. അപ്പം ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടോ. പെട്ടെന്ന് ആ ഒരു ഷോക്ക് 2-3 മിനിറ്റ് നേരം ഭയങ്കര ഒരു ഷോക്കിംഗ് മൂഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി പറഞ്ഞു. അപ്പം ആ പോലീസുകാരനെ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പ്രതികരണം എന്നിട്ടാണ് നമ്മൾ പരാതി എവിടെയെങ്കിലും കൊടുക്കേണ്ടത്. എന്നോട് പറഞ്ഞ് 2 കൊടുക്കാൻ വേണ്ടത് അങ്ങനത്തെ ആൾക്കാർക്ക്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തൊരു പിന്നെ ആദ്യം അതായിരുന്നു ചെയ്യേണ്ടത് എന്നാണ്. എന്നിട്ട് പിന്നെ എൻ്റെ കൂടെ ആ പോലീസുകാരൻ വന്നിട്ടോ ഒരു പിന്നെ കുറച്ച് നേരം പുതിയ സ്റ്റാൻഡിൻ്റെ അവിടെ എന്നെ വെച്ച് ആളെ കണ്ടാൽ മനസ്സിലാവും. പറഞ്ഞാൽ ഏകദേശം എനിക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു. ഞാൻ നല്ല ഏജുള്ള ഒരാളാണ്.
പക്ഷെ നമ്മൾ അവിടെയൊക്കെ തിരഞ്ഞ് എന്നിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ പോലീസുകാരന് ഭയങ്കര ഒരു വിഷമമായിപ്പോയി, കാരണം ആളെ കയ്യിൽ കിട്ടാത്തതിനോട്. അപ്പോൾ ഇനി എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രതികരണം, അതിന് ശേഷമാണ് എവിടെയെങ്കിലും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു പാഠമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അത്രയും ഇതിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ നമ്മളോട് അത് പറഞ്ഞു തരുമ്പോൾ ശരിക്കും നമ്മൾ അത് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം അതേ ഒരു അത്രയും ഒരു സിമിലാരിറ്റിയാണ് എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴേ തോന്നിയത്. കാരണം ഈ ഒരു സഹോദരന് ആ ഒരു വീഡിയോ 2-3 മിനിറ്റോ എടുത്തതിന് ശേഷം പിന്നെ 2 എണ്ണം അയാൾക്കിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു നമുക്ക് ഉണ്ടാവുക. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ സഹോദരനോട് വേറെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വോയിസ് ചോദിക്കുന്നുണ്ട്, പിന്നെ ആ കുട്ടി എവിടെയാണ് അറിയാം, കുട്ടി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ആ കുട്ടി അതിൻ്റെ വഴിക്കും ഈ പിന്നെ വീഡിയോ എടുത്ത ആളുടെ വഴിക്കും പോയി എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക, ശരിക്കും ഇപ്പോൾ സ്വന്തം വീട്ടിലെ കുട്ടികളോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യോ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടികളോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോ എന്നുണ്ടെങ്കിൽ നമ്മൾ 2 എണ്ണം നല്ലോണം കൊടുത്ത് അതിന് ശേഷം എന്തെല്ലാം അയാൾ ചെയ്യാൻ പറ്റും അതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ട് അയാൾ നമ്മൾ വെറുതെ വിടുള്ളൂ. അപ്പം ആ സഹോദരൻ്റെ അത് ഈ കുട്ടി ആരുമല്ല, അതുകൊണ്ട് അങ്ങനെ പോയി. അല്ലെങ്കിൽ ഈ ബസ് ഇറങ്ങി ഉടനെ തന്നെ ഈ കുട്ടീനോട് ചോദിക്കുന്നത് എന്താ സംഭവിച്ചത്, എന്നിട്ട് ഇയാളെയും കൂട്ടിയെങ്ങാണ്ട് ബാക്കിയുള്ള ബസ്സിൽ എല്ലാവരും കൂടി പറഞ്ഞിട്ട് എവിടെയെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഏൽപ്പിക്കുകയായിരുന്നു ആ ഒരു സഹോദരൻ ചെയ്യേണ്ടിയിരുന്നത്. വീഡിയോ എടുത്തത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതായിരുന്നു ഇയാൾ ആ വീഡിയോനേക്കാളും പ്രധാനം കൊടുക്കേണ്ടത്. ആ കുട്ടീനെ ഒന്ന് കംഫർട്ടാക്കി വെക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു സഹോദരൻ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി ആരും ഇതായിട്ട് വരണ്ട, കാരണം ഞാൻ അത്രയും ആ ഒരു വീഡിയോ എടുത്ത് പിന്നെ ആളുകളുടെ ഇടയിൽ ഈ ആളുടെ മുഖം റിവീൽ ചെയ്ത ഒരാളെ ഞാനിങ്ങനെ പിന്നെ പറഞ്ഞെന്നുള്ള ഒരു ഇതായിട്ട് ആരും വരണം. എനിക്ക് കാരണം എൻ്റെ മനസ്സിലൊരു തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ അയാൾ ചെയ്തത് അത്ര ഒരു എന്താ പറയുക, ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതിനോണ്ട് ഒന്നും സംഭവിക്കില്ല. അയാളെ അറിയുന്നല്ലാതെ വേറൊന്നും ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സഹോദരന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാനവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻസൊക്കെ താഴെ ഒന്ന് വന്ന് പറയാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.